ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് ഡീൽസാൾഡ് റിയാക്ഷന്റെ ഒരു നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. അതായത് ഇൻട്രാമോളിക്കുലാർ ഡീൽസാൾഡ് റിയാക്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഡീൽസാൾഡ് റിയാക്ഷനിൽ രണ്ട് റിയാക്ടൻസ് ഉണ്ടായിരുന്നു. ഒരു ഡൈഈനും വേണം, ഒരു ഡൈഈനോഫൈലും വേണം. അപ്പോഴാണ് അവിടെ ഡീൽസാൾഡ് റിയാക്ഷന് നടന്നിരുന്നത്. എന്നാൽ ഇൻട്രാമോളിക്കുലാർ ഡീൽസാൾഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിംഗിൾ മോളിക്യൂൾ മതി. ഒരു സിംഗിൾ മോളിക്യൂളിനുള്ളിൽ, അപ്പൊ ഇൻട്രാ എന്ന് വെച്ചാൽ ഉള്ളിലാണ്. അപ്പൊ മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ എന്ത് നടക്കുവാണ്? ഡീൽസാൾഡ് റിയാക്ഷൻ നടക്കുവാണ്. ഓക്കെ, അതില് ഇവിടെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഡൈഈനും വേണം, ഒരു ഡൈഈനോഫൈലും വേണം. അപ്പൊ ഇവിടെ ഇതൊരു ഡൈഈൻ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഒരു ഡൈഈൻ സിസ്റ്റവും ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡൈഈനോഫൈലും ഉണ്ട്. പക്ഷെ ഇത് ഒരു മോളിക്യൂളിൽ തന്നെയാണ് എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇലക്ട്രോൺസിന്റെ ഷിഫ്റ്റ് നടക്കുക? ദാ ഡബിൾ ബോണ്ട്. ഓക്കെ, ഇവിടെയും ഓക്കെ, ഇത് നമ്മുടെ ഡൈഈനോഫൈല്, ഇത് നമ്മുടെ കോൺജുഗേറ്റഡ് ഡൈഈൻ. അപ്പൊ ഇവിടെ ഷിഫ്റ്റ് നടക്കുന്നത്, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകും, അപ്പോൾ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യും. ഈ ഡബിൾ ബോണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ നടുക്ക് വീണ്ടും ഒരു ന്യൂ ബോണ്ട് ഫോം ചെയ്യും. ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത്, അപ്പൊ നമുക്കിവിടെ ഒരു 6 മെമ്പേർഡ് റിങ്, രണ്ട് പുതിയ റിങ് ഇവിടെ ഫോം ചെയ്തു. ഓക്കെ, അതായത് രണ്ട് റിങ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്ത്, കണ്ടോ, ഇങ്ങനെ ഒന്നിച്ചൊരൊറ്റ ഫ്യൂസ്ഡ് റിങ് ഇവിടെ ഫോം ചെയ്തു. ഇവിടെ ഒരു തമ്മിൽ ഒരു ന്യൂ ബോണ്ട് ഫോം ചെയ്തു. ഓക്കെ, നമുക്ക് ന്യൂ ബോണ്ട് ഫോം ചെയ്യുന്നത് ഇവിടെ രണ്ടിടത്ത് ഒരു റിങ് ഫോം ചെയ്തു, ഇവര് തമ്മിലും ഒരു റിങ് ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ രണ്ട് 6 മെമ്പേർഡ് റിങ് എന്ത് ചെയ്തു? നമുക്ക് ഫ്യൂസ് ചെയ്ത ഒരു റിങ് ആണ് ഇവിടെ ഫോം ചെയ്തത്. അതാണ് ഇവിടുത്തെ ഇൻട്രാമോളിക്. ഇവിടെ ഒരു ന്യൂ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഇവിടെയും ആവും. ഓക്കെ, ഒരു മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ ഇൻട്രാമോളിക്കുലർ ഡീൽസാൾഡ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ മോളിക്യൂളിനുള്ളിൽ അവിടെ എന്താണ് നടക്കുക? ഡീൽസാൾഡ് റിയാക്ഷൻ നടക്കുന്നു. അവിടെ ആ മോളിക്യൂളിനുള്ളിൽ തന്നെയാണ് ഡൈഈനും ഡൈഈനോഫൈലും ഉള്ളത്. ഓക്കെ, നമുക്കിതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി ആണ് പഠിക്കേണ്ടത്. ആ സ്റ്റീരിയോ കെമിസ്ട്രി തന്നെ പഠിക്കാൻ നമ്മൾ 4 കേസുകൾ, അതെങ്ങനെ വന്നു എന്ന് പഠിക്കണ്ട, അതിന്റെ ജസ്റ്റ് അതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് അത് ഏത് സ്റ്റീരിയോ കെമിസ്ട്രിയിലായിരിക്കും അത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഓക്കെ, ഫസ്റ്റ് പോയിന്റില് നമ്മുടെ ഡൈഈനോഫൈലില് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് പ്രസന്റ് അല്ല. ആ ഒരു കേസാണ് എടുക്കുക. എന്താണ്? നമ്മുടെ ഡൈഈനോഫൈലില് ഞാൻ പറഞ്ഞു ഡൈഈനും ഡൈഈനോഫൈലും ആണ് ഡീൽസാൾഡ് റിയാക്ഷൻ വേണ്ട റിക്വയർമെന്റ്സ്. അതിൽ ഡൈഈനോഫൈലില് ഒരു ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ആബ്സെന്റ് ആണ്. ആബ്സെന്റ് ആണെങ്കിൽ നമ്മുടെ ആ ഫ്യൂസ് ചെയ്യുന്ന കാർബൺ ഉണ്ടല്ലോ, ആ രണ്ട് റിങ്ങുകളും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന ആ കാർബൺസിലെ ഹൈഡ്രജന്റെ പൊസിഷൻ എന്തായിരിക്കും? ട്രാൻസ് ആയിരിക്കും. ഒന്നുകൂടെ പറയാം, നമ്മുടെ ഡൈഈനോഫൈലില് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ഇല്ല എങ്കിൽ നമ്മുടെ ആ ഫ്യൂസ്ഡ് കാർബണിലുള്ള ഹൈഡ്രജൻസ് എന്ത് സ്റ്റീരിയോ കെമിസ്ട്രി ആയിരിക്കും അവർക്കുള്ളത്? ട്രാൻസ് സ്റ്റീരിയോ കെമിസ്ട്രിയിലായിരിക്കും ആ ഹൈഡ്രജൻസ് ഉള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിക്കാം, നോക്കോളൂ. ഈ ഒരു കേസില് നമ്മുടെ ഡൈഈനോഫൈൽ ഇതല്ലേ, ഈ ഡൈഈനോഫൈലിൽ എന്തില്ല? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇല്ല. ഇത് നമ്മുടെ ഡൈഈനും ഉണ്ട്, ഡൈഈനോഫൈലും ഉണ്ട്. പക്ഷേ ഡൈഈനോഫൈലിൽ എന്തില്ല? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആബ്സെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പുതിയ റിങ് ഫോം ചെയ്യും, ഇവിടെ ഒരു പുതിയ റിങ് ഫോം ചെയ്യും, അല്ലെ? അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ രണ്ട് ഫ്യൂസ്ഡ് റിങ്, ഇങ്ങനെ ഫ്യൂസ് ചെയ്തിരിക്കുന്ന റിങ് ആണ്. ദെൻ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഇവിടെ വരും, അല്ലെ? ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത പൊസിഷൻ ഇവിടെ വരും. അപ്പൊ ഈ ഫ്യൂസ്ഡ് റിങ്ങിലെ കാർബൺസിലുള്ള ഹൈഡ്രജൻ ഏത് സ്റ്റീരിയോ കെമിസ്ട്രി ആയിരിക്കും എന്നാ പറഞ്ഞേ? ട്രാൻസ് സ്റ്റീരിയോ കെമിസ്ട്രി ആയിരിക്കും. ഒരു ഹൈഡ്രജൻ വെഡ്ജ് ആണെങ്കിൽ
ഒരു ഹൈഡ്രജൻ ഡാഷിലായിരിക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റീരിയോകെമിസ്ട്രിയിൽ ഓർത്തിരിക്കേണ്ടത്. ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ആബ്സെന്റ് ആണെങ്കിൽ ട്രാൻസ് സ്റ്റീരിയോകെമിസ്ട്രിയിലായിരിക്കും നമ്മുടെ ഫ്യൂസ്ഡ് റിംഗിലെ ഹൈഡ്രജൻസിന്റെ പൊസിഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ്, നമുക്ക് ഡൈഇനോഫൈലിൽ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ്, ഡബിൾ ബോണ്ട് O ആണ് കേട്ടോ. ഒരു ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഡൈഇനോഫൈല്, നമ്മുടെ ഡൈഇന്. ഓക്കെ, ഇപ്പോൾ ഡബിൾ ബോണ്ട് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് പുതിയ ന്യൂ ബോണ്ട് ഫോം ചെയ്യും, ഇവിടെ ന്യൂ ബോണ്ട് ഫോം ചെയ്യും, അപ്പൊ ഈ ഡബിൾ ബോണ്ട് ഇവിടെ വരും. ഓക്കെ, അങ്ങനെയല്ലേ? ദെൻ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഡൈഇൻ എടുക്കുവാണെങ്കിൽ ഈ ഡൈഇനില് 2 കാർബൺസ് ഉണ്ട്. ഇങ്ങനെ പോന്നു ഇവിടെ വിഡ്രോവിംഗ് ഗ്രൂപ്പ്. ഓക്കെ, ഈ ഡൈഇനില് ഈ 2 കാർബൺസിന്റെ പ്രത്യേകത എന്താ? ഒരാള് ഇന്നർ, ഉള്ളിലാണ് അല്ലെ, ഇത് ഇന്നർ കാർബൺ ആണ്. ദെൻ മറ്റൊരാൾ ആരാണ്? ടെർമിനൽ കാർബൺ ആണ്. അപ്പൊ ഈ 2 കാർബണും 2 ഡിഫറെന്റ് ആണ്. ഒരാൾ ഇന്നർ കാർബൺ ആണ്, ഒരാൾ ടെർമിനൽ കാർബൺ ആണ്. അപ്പോ ഇന്നർ കാർബണിൽ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് വരുന്ന കേസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്താ? ഇന്നർ കാർബണിൽ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് പ്രസന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻസിന്റെ ഫ്യൂസ്ഡ് റിംഗിലുള്ള ഹൈഡ്രജൻസിന്റെ സ്റ്റീരിയോകെമിസ്ട്രി എന്തായിരിക്കും? സിസ് ആയിരിക്കും. ഏത് കേസിലാണ്? നമ്മുടെ ഡൈഇനോഫൈലിലെ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്നർ കാർബണിലാണെങ്കിൽ ആ ഫ്യൂസ്ഡ് കാർബണിലുള്ള ഹൈഡ്രജൻസിന്റെ പൊസിഷൻ എന്താണ്? സിസ് പൊസിഷൻ ആണ്. ഓക്കെ, എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, ഈ ഒരു കേസില് ഡബിൾ ബോണ്ട് O, ഇവിടെയാണ് നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ഉള്ളത്. ഓക്കെ, ഡബിൾ ബോണ്ട് O. ഓക്കെ, ഇവിടെ അപ്പൊ പ്രൊഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ ഇതിൽ തന്നെ ഞാൻ പ്രൊഡക്റ്റ് വരച്ച് കാണിക്കാം. ഇവിടെ ന്യൂ ബോണ്ട് ഫോം ചെയ്യും, ഇവിടെ ന്യൂ ബോണ്ട് ഫോം ചെയ്യും, ഡബിൾ ബോണ്ട് ഇവിടെ ആകും. ദെൻ നമ്മുടെ ഹൈഡ്രജന്റെ പൊസിഷൻ എന്തായിരിക്കണം എന്നാ പറഞ്ഞത്? സിസ് പൊസിഷനിലായിരിക്കണം. അതായത് രണ്ടും വെഡ്ജ് ആകാം, അല്ലെങ്കിൽ രണ്ടും ഡാഷ് ആകാം. ഒന്നെങ്കിൽ ഇങ്ങനെ ആകാം, ഇതാണെങ്കിൽ 2 ഹൈഡ്രജനും സിസ് ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? രണ്ടും ഡാഷ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതും എന്ത് തന്നെയാണ്? സിസ് ജോമെട്രി തന്നെയാണ്. ഓക്കെ ആയില്ലേ? ഇത് ഇന്നർ കാർബണിൽ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് വരുന്നത്. ദെൻ വേറൊരു കേസ് എന്ന് പറയുന്നത് ടെർമിനൽ കാർബണിൽ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് വരുന്ന ഒരു കേസ്. ടെർമിനൽ കാർബണിൽ ഇതാണ് ടെർമിനൽ കാർബണിലെ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ഒന്നെങ്കിൽ അപ്സൈഡിലോട്ട് വരാം, CHO. ഇവിടെ CHO വരയ്ക്കുവാണ്, ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ഒന്നെങ്കിൽ അത് അപ്സൈഡ് ആയിട്ട് പോകാം, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഡൗൺവേർഡ്സിൽ CHOയ്ക്ക് നിൽക്കാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും 2 കേസ് ആണ്. ഇതാണ് നമ്മുടെ ഡൈഇൻ. അപ്പോൾ ഡൈഇനോഫൈല് ഇതാണ് നമ്മുടെ ഇന്നർ കാർബൺ, ഇതാണ് ടെർമിനൽ കാർബൺ. നമ്മൾ ഇന്നർ കാർബണിലെ കേസ് കണ്ടു. നമുക്ക് വേണ്ടത് ടെർമിനൽ കാർബണിലെ കേസാണ്. അത് തന്നെ 2 കേസ് ഉണ്ട്. ഒന്ന് അപ്വേർഡിലോട്ട് പോയി നിൽക്കുന്നതും ഒന്ന് ഡൗൺവേർഡിലോട്ടായിട്ട് നിൽക്കുന്നതും. അത് ശരിക്കും പറയുവാണെങ്കിൽ ഒന്ന് ഡബിൾ ബോണ്ട് സിസ് ജോമെട്രിയും മറ്റൊന്ന് ഡബിൾ ബോണ്ട് ട്രാൻസ് ജോമെട്രിയും ആവുന്ന കേസിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2 കേസും സെപ്പറേറ്റ് ആയിട്ട് നോക്കണം. CHO ഇത് നോക്കിക്കേ, ഇവിടെ നമ്മുടെ ബൾക്കി ഗ്രൂപ്പ്, ഈ 2 ബൾക്കി ഗ്രൂപ്പ് ഒരേ സൈഡിലല്ലേ? അപ്പൊ ഒരേ സൈഡിലാകുമ്പോ ഈ ഡബിൾ ബോണ്ട് ഏത് ജോമെട്രിയിലാണ്? സിസ് ജോമെട്രിയിലാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ ഡബിൾ ബോണ്ട് സിസ് ജോമെട്രിയിലാണ്, ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ടെർമിനൽ പൊസിഷനിലുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും. നമുക്ക് 2 പ്രൊഡക്ട്സ് കിട്ടും ഈ ഒരു കേസിൽ. അതിൽ ഒരാൾക്ക് സിസ് ജോമെട്രിയുമായിരിക്കും, ഒരാൾക്ക് ട്രാൻസ് ജോമെട്രിയുമായിരിക്കും. നമുക്ക് 2 പ്രൊഡക്ട്സ് കിട്ടുന്നു, ഒന്ന് സിസ് ഒന്ന് ട്രാൻസ്. ഓക്കെ, അപ്പൊ ഞാൻ ആ 2 പ്രൊഡക്ട്സിനെയും വരയ്ക്കാം. ഓക്കെ,
ഇതാ 1 ഇങ്ങനെ പ്ലസ് 2 പ്രൊഡക്ട്സ് ആണ് നമുക്ക് കിട്ടുക. ഇതില് ഡബിൾ ബോണ്ട് ഇവിടെ. ഓക്കെ, ഒരാള് സിസ് ജോമെട്രിയിലാണ്. അപ്പം 2 ഹൈഡ്രജനും സിസ് ജോമെട്രിയിലാണ്. ഒരാള് ട്രാൻസ് ജോമെട്രിയിലാണ്. ഇങ്ങനെയാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വെഡ്ജ് തന്നെ യൂസ് ചെയ്തത്? ഡാഷ് ആണെങ്കിലും കുഴപ്പമില്ലല്ലോ. അതായത് ഈ ടോപ്പിൽ എനിക്ക് വേണമെങ്കിൽ ഡാഷ് കൊടുത്തിട്ട് താഴെ വെഡ്ജ് കൊടുത്താലും സെയിം മീനിങ് തന്നെയല്ലേ, ട്രാൻസ്ഫർ തന്നെയല്ലേ മീനിങ്. അതുപോലെ തന്നെ ഈ ഒരു കേസില് ഞാൻ ഇവിടെയും ഡാഷ് കൊടുത്താലും ഇവിടെയും ഡാഷ് കൊടുത്താലും സെയിം മീനിങ് അല്ലേ, ഇത് രണ്ടും സിസ് തന്നെയല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ അത് കൊടുക്കാതെ വെഡ്ജ് തന്നെ കൊടുത്തത്? അതിനൊരു ഉദ്ദേശമുണ്ട്. അതായത് നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എപ്പോഴും ഡാഷ് ആയിട്ട്, അതായത് ഔട്ട്വേർഡ് പ്ലെയിന് പുറത്തോട്ടേ റെപ്രസെന്റ് ചെയ്യാവുള്ളൂ. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എപ്പോഴും എന്തായിരിക്കണം? ഡാഷിലായിരിക്കണം റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പോ ഞാൻ ഇവിടെ വെഡ്ജ് കൊടുത്താലേ എനിക്ക് ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ഡാഷ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അത് ക്ലിയർ ആയല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പിന് ഡാഷ് തന്നെ കൊടുക്കണം? അതെന്തുകൊണ്ടാണ്? ഔട്ട്വേർഡ് ദ പൊസിഷനിലായിട്ട് പ്ലെയിനിലായിട്ട് നമ്മൾ അവരെ കൊടുക്കാവുള്ളൂ. ഓക്കെ, അതിപ്പോ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരുന്നത് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആകും. ആ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെഡ്ജ് തന്നെ കൊടുത്തത്, ഡാഷ് കൊടുക്കാഞ്ഞത്. ഓക്കെ, ഈ മേളിൽ നമ്മൾ വെഡ്ജ് തന്നെ കൊടുത്തു, ഡാഷ് കൊടുത്തില്ല. അതിന് കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ്. ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് എവിടെയാണ് പൊസിഷൻ ചെയ്യേണ്ടത്? നമ്മുടെ കണ്ടത് സിസ് ഡബിൾ ബോണ്ട് അല്ലായിരുന്നോ? അപ്പോ നമ്മുടെ സിസ് ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് എപ്പോഴും എന്തായിരിക്കണം? ഹൈഡ്രജനെ ഓപ്പോസിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാവുള്ളൂ. എന്താണ്? ഡബിൾ ബോണ്ട് സിസ് ആണെങ്കിൽ, നമ്മളിപ്പോ നേരത്തെ എടുത്ത കേസിൽ ഡബിൾ ബോണ്ട് സിസ് അല്ലായിരുന്നോ? അങ്ങനെ സിസ് ആയിട്ടുള്ള കേസിലാണ് ഡബിൾ ബോണ്ട് ഉള്ളതെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഈ ഹൈഡ്രജന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, ഈ ഫ്യൂസ്ഡ് റിങ്ങിലുള്ള കാർബണിലുള്ള ഹൈഡ്രജൻസിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന് കൊടുക്കാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ കൊടുക്കണം? CHOA ഇതിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോ എന്താ? ഇങ്ങനെയല്ലേ, ഡാഷ് ഇട്ട് കൊടുക്കുക. ഇവിടെയും ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോ എന്താണ്? ഡാഷ് ഇട്ട് തന്നെ കൊടുക്കുക. ഓക്കെ ഇല്ലേ? ഇവിടെ നമ്മൾ ഡാഷ് ഇട്ട് തന്നെ CHOA റെപ്രസെന്റ് ചെയ്യുക. ഇത് ഏത് കേസിലാണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ടെർമിനൽ കാർബണിലാണ്, അതുപോലെ ഡബിൾ ബോണ്ടിന് സിസ് ജോമെട്രിയുമാണ് എങ്കിൽ നമുക്ക് മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് കിട്ടും. ട്രാൻസ് ജോമെട്രി ഉള്ളതും കിട്ടും, സിസ് ജോമെട്രി ഉള്ളതും കിട്ടും. അതിൽ തന്നെ നമ്മുടെ ഡബിൾ ബോണ്ട് സിസ് ആണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്രാൻസ് ആയിട്ട് വേണം റെപ്രസെന്റ് ചെയ്യാൻ. അതായത് നമ്മുടെ ഹൈഡ്രജനെ ട്രാൻസ് ആയിട്ട്, ഹൈഡ്രജനെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം റെപ്രസെന്റ് ചെയ്യാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ടെർമിനൽ തന്നെ, പക്ഷേ ട്രാൻസ് ജോമെട്രിയിലാണെന്ന് വെക്കുക. ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ടെർമിനൽ കാർബണിൽ തന്നെയാണ്, പക്ഷെ അവിടുത്തെ ഡബിൾ ബോണ്ട് ട്രാൻസ് ജോമെട്രിയാണ്. ആ കേസിലും നമുക്ക് മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് തന്നെ കിട്ടും. സിസും ട്രാൻസും ഉള്ള മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് കിട്ടും. പക്ഷെ അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ഡബിൾ ബോണ്ട് ട്രാൻസിലല്ലേ? ട്രാൻസിലാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂസ്ഡ് ഹൈഡ്രജൻസുമായിട്ട് എന്തായിരിക്കണം? സിസ് ആയിരിക്കണം. ഓക്കെ, എക്സാമ്പിൾ വെക്കുമ്പോൾ മനസ്സിലാവും. നോക്കാം. ഇതില് ഡബിൾ ബോണ്ട് ആണ്. ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് കണ്ടോ? ഇവിടെ ബൾക്കി ഗ്രൂപ്പ് ഈ ഡബിൾ ബോണ്ടിന് എബോവിലും ബിലോയിലും ആയിട്ടല്ലേ കിടക്കുക. അതായത് ഇത് ഏത് ജോമെട്രിയിലാണ് നമ്മുടെ ഡബിൾ ബോണ്ട്? ഡബിൾ ബോണ്ട് ട്രാൻസ് ജോമെട്രിയിലാണ് അല്ലേ? അപ്പൊ ഡബിൾ ബോണ്ട് ട്രാൻസ് ജോമെട്രിയിലാവുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂസ്ഡ് ഹൈഡ്രജനെ സിസ് ആയിട്ട് വേണം അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഡബിൾ ബോണ്ട് എന്തുകൊണ്ടാണ് ട്രാൻസ് ആയതെന്ന്. കാരണം ബൾക്കി ഗ്രൂപ്പ് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പൊ നമുക്ക് പ്രൊഡക്ട്സ് എഴുതാം. പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എന്താ? മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് ആണ് കിട്ടേണ്ടത്. അതും സിസും ട്രാൻസും ഉള്ള ജോമെട്രി ഉള്ള മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് വേണം. ഓക്കെ, ഇതൊരു പ്രൊഡക്റ്റ്, ദെൻ അല്ലെ 2 പ്രൊഡക്ട്സ് കിട്ടും. ഡബിൾ ബോണ്ടുകൾ ഉണ്ട് ഇവിടെ. ദെൻ ഒരു പ്രൊഡക്റ്റില് ഹൈഡ്രജൻസ് എന്തായിരിക്കും? സിസിലായിരിക്കും. ഒരു പ്രൊഡക്റ്റിൽ ഹൈഡ്രജൻ എന്തായിരിക്കണം? ട്രാൻസിലായിരിക്കണം. ഓക്കെ, നിങ്ങളിപ്പോ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോ ഇവിടെ ഹൈഡ്രജൻ
ഇതിനെ സിസ് ആക്കി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് ഇതിനോട് സിസ് ആയിട്ട് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് എനിക്ക് ഇങ്ങനല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ തൊട്ടുമുന്നേ ഒരു കാര്യം പറഞ്ഞു, ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് എപ്പോഴും എങ്ങനെയായിരിക്കണം, ഡാഷിലായിരിക്കണം റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓർക്കുക, ഇത് ഡാഷിലായിരിക്കണം റെപ്രസെന്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇത് ഡാഷിൽ വരയ്ക്കണമെങ്കിൽ ഞാൻ ഇപ്പുറത്ത് ഇതിനെ വെഡ്ജിൽ ഈ ഹൈഡ്രജനെ റെപ്രസെന്റ് ചെയ്താൽ പറ്റുമോ? ഇല്ല. അപ്പൊ അവരെ സിസ് ആക്കാൻ ഞാൻ ഡാഷ് തന്നെ ഉപയോഗിച്ചു. ഓക്കെ, ഈ കേസിൽ നോക്കുക, ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പിനെ ഡാഷിൽ വരയ്ക്കണം. ഓക്കെ, ഡാഷിൽ വരയ്ക്കുകയും വേണം, ഇതൊരു ട്രാൻസ് പ്രൊഡക്റ്റ് ആക്കുകയും വേണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാഷ് ഉള്ള തന്നെ നമ്മൾ ഹൈഡ്രജൻ എബോവിൽ കൊടുക്കുക, ദെൻ വെഡ്ജ് ഉള്ളതിനെ ബിലോയിൽ കൊടുക്കുക. ഇപ്പോ നമ്മുടെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആയി. ഇത് നോക്കിയിട്ട് വേണം പ്രൊഡക്റ്റ് എഴുതാനായിട്ട്. നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എപ്പോഴും ഡാഷ് ആക്കി വെക്കുക. അപ്പൊ അതനുസരിച്ച് വേണം നമ്മുടെ ഹൈഡ്രജൻസിന്റെ വെഡ്ജ് വേണോ ഡാഷ് വേണോ നമ്മൾ ഡിസൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ ആയില്ലേ? ദെൻ ഓക്കെ, അപ്പൊ ഈ ഇത്രയും 4 കേസുകളാണ് നമ്മൾ ഇവരുടെ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. ഒന്ന്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആബ്സെന്റ് ആയത്. രണ്ടാമത്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇന്നർ കാർബണിൽ വരുമ്പോൾ എന്തായിരുന്നു, ഹൈഡ്രജൻ സിസ് ആയിരുന്നു. ദെൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ടെർമിനലിൽ വരുമ്പോൾ 2 കേസ് ഉണ്ട്. ഒന്ന് സിസ് ജോമെട്രിയിൽ ഡബിൾ ബോണ്ട് ആകാം, അല്ലെങ്കിൽ ട്രാൻസ് ജോമെട്രിയിൽ ഡബിൾ ബോണ്ട് ആകാം. സിസ് ജോമെട്രിയിലാണെങ്കിലും ട്രാൻസ് ജോമെട്രിയിലാണെങ്കിലും മിക്സ്ചർ ഓഫ് പ്രൊഡക്ട്സ് വിത്ത് സിസ് ആൻഡ് ട്രാൻസ് ജോമെട്രി ആണ് നമുക്ക് കിട്ടുക. പക്ഷേ സിസ് ജോമെട്രി ആയിരിക്കുമ്പോൾ നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഹൈഡ്രജനുമായിട്ട് ഓപ്പോസിറ്റിൽ വേണം അറേഞ്ച് ചെയ്യാൻ. ട്രാൻസിലാണെങ്കിൽ, ഡബിൾ ബോണ്ട് ട്രാൻസിലാണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പുമായിട്ട് നമ്മൾ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ഹൈഡ്രജനുമായിട്ട് സിസിൽ വേണം അറേഞ്ച് ചെയ്യാൻ. ദെൻ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പിനെ എപ്പോഴും നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത് ഡാഷിലായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇൻട്രാമോളിക്കുലാർ ഡീൽസാൾഡ് റിയാക്ഷൻ ആൻഡ് സ്റ്റീരിയോ കെമിസ്ട്രി. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട വേറൊരു സൈക്ലോഡീഷന്റെ ടൈപ്പ് തന്നെയാണ് 1,3 ഡൈപോളാർ 1,3 ഡൈപോളാർ സൈക്ലോ അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, ഇത് നമ്മള് ഡീൽസാൾഡ് റിയാക്ഷൻ പഠിച്ചത് എന്തായിരുന്നു, 4 ഉം 2 അല്ലേ, 4-2 ആയിരുന്നു. ഓക്കെ, 4+2 ആയിരുന്നു ഡീൽസാൾഡ് റിയാക്ഷൻ പഠിച്ചത്. ആ ഡീൽസാൾഡ് റിയാക്ഷനുമായിട്ട് സിമിലർ തന്നെയാണ് നമ്മുടെ ഈ 1,3 ഡൈപോളാർ സൈക്ലോ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിമിലർ ടു 4+2 സൈക്ലോ അഡീഷൻ. ദെൻ ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, ഇവിടെ ഒരു 5 മെമ്പേർഡ് റിംഗ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് അവരുടെ ഫോർമേഷൻ നടക്കുക എന്ന് നോക്കാം. 5 മെമ്പേർഡ് റിംഗ് ആണ് കേട്ടോ ഫോം ചെയ്യുന്നത്. നമ്മൾ ഡൈപോൾ എന്ന് പറയുമ്പോൾ ഒരു ഡൈപോൾ നമുക്ക് ഇവിടെയാണ്. ഡൈപോൾ എന്ന് വെച്ചാൽ എന്താ, ചാർജ് സെപ്പറേഷൻ ഉള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് വേണം. അപ്പൊ ഇതിന് ഒരാൾക്ക് പ്ലസും ഒരാൾക്ക് മൈനസും കൊടുക്കാം. ചാർജ് സെപ്പറേഷൻ ആയി. ഈ നടുക്കുള്ള ഒരാൾക്ക് ലോൺ പെയർ നമ്മൾ കൊടുക്കുന്നു. നോക്കാം, ഇപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ഇത് 2 ഇലക്ട്രോൺ, ഇത് 2 ഇലക്ട്രോൺ. അപ്പൊ ടോട്ടൽ എത്രയാണ്, 2+2 4 ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വേണ്ടത് ഒരു ഡബിൾ ബോണ്ട് ആണ് വേണ്ടത്, XY. ഓക്കെ, ഈ ഡബിൾ ബോണ്ടിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 5 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇത് 4+2 സിമിലർ അല്ലേ, അതുകൊണ്ടാണ് ഇവരെ 4+2 എന്ന് പറയാൻ കാരണം. ബിക്കോസ് നമ്പർ ഓഫ് 5 ഇലക്ട്രോൺസ് ഒരാൾക്ക് 4ഉം ഒരാൾക്ക് 2 ആണ്. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുക എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച അതേ കേസാണ്. ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയില്ലേ, ഇവിടെ എന്താ ഇലക്ട്രോൺസ് കുറഞ്ഞു. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് ഇവിടെ പോസിറ്റീവ് ആകുമ്പോൾ ഈ സിയിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ വൈയിലോട്ട് ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും നോക്കാം. A, B, C. ഓക്കെ, ഇവർക്കിനി പ്ലസും മൈനസ് ചാർജ് ഒന്നും ഇല്ല. ദെൻ എക്സും വൈയും തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട്, സിയും വൈയും തമ്മിൽ ഒരു ബോണ്ട്. അപ്പൊ ടോട്ടൽ ഇതൊരു 5 മെമ്പേർഡ് റിംഗ് നമുക്ക് ഫോം ചെയ്തു. അപ്പൊ ഡൈപോൾ എന്ന് പറയുമ്പോൾ ചാർജ് സെപ്പറേഷൻ വേണം, അത് ഓർക്കുക. ഒരാൾക്ക് പോസിറ്റീവും ഒരാൾക്ക് നെഗറ്റീവും വേണം. ദെൻ സെന്ററിലുള്ള ഒരാൾക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും വേണം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു നമ്മുടെ കോമ്പൗണ്ട്സ് എടുത്ത് പറയാം. ഇതുപോലെ ABC അല്ലാതെ വേറെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഓക്കെ നോക്കാം. ഓസോൺ നോക്കുക, O3 മോളിക്കൂൾ. O3 എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന സ്ട്രക്ചർ എന്താണ്, O+, ഡബിൾ ബോണ്ട് OM,
O മൈനസ്. പക്ഷെ നമുക്ക് ഈ ഒരു അറേഞ്ച്മെന്റിലല്ലല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ വേണ്ടത്. നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഓസോൺ എന്ന് വെച്ചാൽ റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് അല്ലേ. ഇവർക്ക് നമുക്ക് എങ്ങനെ റെസൊണേറ്റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യാം? ഈ ഡബിൾ ബോണ്ട് ഈ ഓക്സിജനിലോട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് കുറഞ്ഞു, അപ്പൊ ഇവർക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും. ഓക്സിജൻസിന് എക്സ്ട്രാ ഇലക്ട്രോൺസ് ആയി അവർക്ക് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് വരും. അപ്പൊ ഇതിങ്ങനെയല്ലേ ഫൈനൽ നമുക്ക് വരിക, O പ്ലസ് O മൈനസ്. ഇതിന് നമുക്ക് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു കോമ്പൗണ്ട് നോക്കുവാണെങ്കിൽ നൈട്രസ് ഓക്സൈഡ് N2O നോക്കുക. നൈട്രസ് ഓക്സൈഡ് N2O. ഓക്കെ, ഇതില് N ട്രിപ്പിൾ ബോണ്ട് N, ഒരാൾക്ക് O മൈനസ് ഒരാൾക്ക് പ്ലസ്. ഓക്കെ, നമുക്കപ്പോ ഇവരെ റെസൊനേറ്റ് ചെയ്യിക്കാം. ഒരു ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് ഒരു ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇത് N പ്ലസ് ആയി, ഡബിൾ ബോണ്ട് ആയി, N ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ദെൻ ഇവിടെ N തന്നെയാണ് കേട്ടോ, N മൈനസ്. ഓക്കെ, സോറി ഇത് O ആണ്, O മൈനസ്. N2O അല്ലേ, ഇത് O മൈനസ്, മൈനസ് ഇനി ഓക്കെ മൈനസ്. ഇതാണ് നമ്മുടെ. നമ്മൾക്ക് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ ഇവരൊരു ഡൈപോൾ ആയിട്ട് നമുക്ക് തോന്നുകയല്ല അല്ലെ. 1,3 ഡൈപോളാർ സൈക്ലോഡിഷൻ തരുമെന്ന് തോന്നത്തില്ല. പക്ഷെ ഇവരുടെ റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ് ആ ഒരു ഡൈപോളാർ അഡീഷൻ തരിക. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് നോക്കി വെക്കുക. 1,3 ഡൈപോളാർ സൈക്ലോഡീഷൻ തരുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ O3 ഉണ്ട്, ദെൻ നൈട്രസ് ഓക്സൈഡ് N2O ഉണ്ട്, ദെൻ അസോക്സി കോമ്പൗണ്ട്, ദെൻ നൈട്രൈൽ ഓക്സൈഡ്. അപ്പൊ ഇത്രയും പേരാണ് നമുക്ക് എന്ത് തരിക? 1,3 ഡൈപോളാർ സൈക്ലോഡീഷൻ തരിക. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കാണിക്കാം ഇതെങ്ങനെയാണ് ഇവിടെ റിയാക്ഷൻ നടക്കുക എന്ന്. നമ്മൾ ഓസോണിന്റെ കേസിൽ തന്നെ എടുത്ത് പറയാം. O3 റെസൊനേറ്റിംഗ് സ്ട്രക്ചറിൽ, ഓക്കെ, റെസൊനേറ്റിംഗ് സ്ട്രക്ചർ എന്തായിരുന്നു? ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, O പ്ലസ്, ഒരാൾക്ക് O മൈനസ്. ഓക്കെ, ഇവർ ആരുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുക? ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടുമായിട്ട് അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യും, ഇവിടെ ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ നമുക്ക് ടോട്ടൽ 5 മെമ്പേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കിട്ടുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ കോമ്പൗണ്ട്. ഇതാണ് 1,3 ഡൈപോളാർ സൈക്ലോഡീഷൻ റിയാക്ഷൻ. സിമ്പിൾ ആണ്. ഒരു ഡൈപോൾ മാത്രം മതി, ഒരു ഡബിൾ ബോണ്ടഡ് കാർബൺ അല്ലെ ഡബിൾ ബോണ്ടഡ് സിസ്റ്റവും. ദെൻ ഇതുപോലെ നമ്മൾ വേറെ അപ്പൊ ഒരു കാര്യം ഓർത്തിരിക്കുക, 1,3 ഡൈപോളാർ സൈക്ലോഡീഷൻ വിച്ച് ഈസ് സിമിലർ ടു 4+2 സൈക്ലോഡീഷൻ. 4+2 സൈക്ലോഡീഷനോട് സിമിലർ ആണ്. ദെൻ നെക്സ്റ്റ് ഒരു ഹെഡിങ് ആണ് കീലോട്രോപിക് സൈക്ലോഡീഷൻ. വേറൊരു ടൈപ്പ് സൈക്ലോഡീഷൻ ആണ് കീലോട്രോപിക് എന്ന് പറയുന്നത്. ഓക്കെ, കീലോട്രോപിക് എന്ന് പറയുന്നതും എന്തിന് സിമിലർ ആണ്? 2+2 സൈക്ലോഡീഷൻ. 4+2 അല്ല, 2+2 സൈക്ലോഡീഷനോട് സിമിലർ ആണ്. ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈപോൾസ് അല്ല, പകരം കാർബീൻസും സൾഫർ ഡയോക്സൈഡും. ഇവ രണ്ടുപേരെയാണ് നമ്മൾ കീലോട്രോപിക് റിയാക്ഷൻ തരുന്നവർ, കാർബീനും സൾഫർ ഡയോക്സൈഡും. കാർബീന്റെ സ്ട്രക്ചർ എന്താണ്? CH2വിനോട് നമ്മുടെ കാർബണിൽ എക്സ്ട്രാ 2 ലോൺ പെയർസും കൂടെ കാണും. ഇതാണ് കാർബീൻ. CH2 കണ്ടോ, ഇതാണ് നമ്മൾ കാർബീൻ. ഇന്റർമീഡിയറ്റ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് കാർബീൻസ്. ഈ കാർബീൻസും അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡും ആരിലേക്ക് ആഡ് ചെയ്യും? C ഡബിൾ ബോണ്ട് Cയിലേക്ക്, ഒരു ആൽക്കീനിലേക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് കീലോട്രോപിക് സൈക്ലോഡീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കീലോട്രോപിക് സൈക്ലോഡീഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ അഡീഷൻ ഓഫ് കാർബീൻ ഓർ സൾഫർ ഡയോക്സൈഡ് ടു C ഡബിൾ ബോണ്ട് C. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിക്കാം. നോക്കിക്കോളൂ, നമ്മുടെ C ഡബിൾ ബോണ്ട് C കോമ്പൗണ്ട്. ഇവിടെ എന്താണ്? കാർബീൻ ആണ് യൂസ് ചെയ്യുക, കാർബീൻ. ഓക്കെ, അപ്പോ ഇതിൽ ഒരു ലോൺ പെയർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഒരാള് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവരെ 2+2 എന്ന് പറയാൻ കാരണം എന്താ? ഇവിടുത്തെ നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് ഡബിൾ ബോണ്ടഡ് കേസിൽ 2ഉം ഇവിടെ 2 ലോൺ പെയർസും അല്ലേ, അപ്പൊ 2 അല്ലേ ഉള്ളൂ. ടോട്ടൽ 2+2 ആണ് ഇവിടുത്തെ സൈക്ലോഡീഷൻ എന്ന് പറയാൻ കാരണം. 2 പൈ ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് ഓരോന്നിലുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത്? C സിംഗിൾ ബോണ്ട് C ആയി, 2 പേരും ഒരൊറ്റ സെയിം മോളിക്യൂളിലോട്ട്, ഒറ്റ സെയിം കാർബണിലോട്ട് തന്നെയാണ് ബോണ്ട് ഫോം ചെയ്യുക. പക്ഷെ ഇത്ര നേരം നമ്മൾ കണ്ട കേസുകളിലെല്ലാം
ഒരാള് അതായത് അറ്റ് എ ടൈം ഒരാള് തമ്മിലുള്ള ബോണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആ സെയിം കാർബണിലോട്ട് തന്നെയാണ് മറ്റു 2 കാർബൺസും ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ 2. ഓക്കെ, വാലൻസ് കംപ്ലീറ്റ് ആയി. ഇനി ഇത് നമ്മൾ കാർബീന് സി ഡബിൾ ബോണ്ട് സിയിലോട്ട് ആഡ് ചെയ്യുന്ന കേസ്. ഇതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡും നമ്മുടെ ഡബിൾ ബോണ്ട് സിസ്റ്റത്തിലോട്ട് ആഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സി ഡബിൾ ബോണ്ട് സി, സൾഫർ ഡയോക്സൈഡില് എസ് ഡബിൾ ബോണ്ട് ഓയ്, ഡബിൾ ബോണ്ട് ഓയ്. ഇവർക്കും 2 ലോൺ പെയർസ് ഉണ്ട്. ഒരു ലോൺ പെയർ ഇങ്ങോട്ട്, ഒരു ലോൺ പെയർ ഒരു കാർബണിലോട്ടും മറ്റേ ലോൺ പെയർ ഇപ്പുറത്തെ കാർബണിലോട്ടും ബോണ്ട് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, അപ്പോ ഇവിടെ എങ്ങനെയാ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്? ഓക്കെ, ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ സി സിംഗിൾ ബോണ്ട് സിയില് 2 കാർബണും സൾഫറിലേക്ക് തന്നെ ബോണ്ട് ഫോം ചെയ്തു. ദെൻ ഡബിൾ ബോണ്ടോ. ഓക്കെ, ഇത് ഏതിന് സിമിലർ ആണെന്നാ പറഞ്ഞത്? 2+2 സൈക്ലോ അഡീഷൻ സിമിലർ ആണ്. ഇതും തെർമൽ കണ്ടീഷനിലാണ് കേട്ടോ നടക്കുന്നത്. സൈക്ലോ അഡീഷൻസ് എല്ലാം നമ്മള് 4+2 ഉം 2+2 ഒക്കെ തെർമൽ കണ്ടീഷനിലല്ലേ നടക്കുക? അത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻട്രാമോളിക്കുലാർ ഡീൽസാൾഡർ റിയാക്ഷൻ. ദെൻ അവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി എക്സ്പ്ലെയിൻ ചെയ്തു. 1,3 ഡൈപോളാർ സൈക്ലോ അഡീഷൻ റിയാക്ഷൻ എന്താണെന്ന് കണ്ടു. ദെൻ കീലോട്രോപിക് സൈക്ലോ അഡീഷൻ. ഓക്കെ, ഇനി നമുക്ക് ഒരു മിക്സഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതായത് നമ്മുടെ ഇലക്ട്രോസൈക്ലിക്കിന്റെയും അതുപോലെ സൈക്ലോ അഡീഷനും കൂടെ രണ്ടും കൂടെ വരുന്ന ഒരു പ്രോബ്ലം, അത് നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ ഒരു റിയാക്ടന്റ്. രണ്ട് മീഥൈലാണ് പ്ലസ് ഒരു CO2Me, ഒരു ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് ആണ്. നമുക്കിതിനെ R' എന്ന് പറയാം. രണ്ടും ട്രാൻസ് ആയിട്ടാണ് നിൽക്കുക. നമുക്ക് തന്നിട്ടുള്ളത് ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് എഴുതുക. ഓക്കെ, ഇപ്പൊ ഇതിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഒരു ഡൈഇനോഫൈൽ ഉണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് അറ്റ് പ്രസന്റിൽ ഒരു ഡൈഇൻ കാണാൻ കഴിയുന്നില്ല അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ഡൈഇനെ വേണം നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോ ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോ ഇവിടെ എന്താണ്? ഹീറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്റിംഗ് ഈ ഒരു കേസിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡൈഇൻ ആക്കി മാറ്റാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ ഇലക്ട്രോസൈക്ലിക്കിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോസൈക്ലിക്കില് 4n π സിസ്റ്റത്തിനെ തെർമൽ കൊടുത്താൽ നമുക്ക് എന്താ റിംഗ് ഓപ്പൺ ചെയ്യുന്ന കേസിന് പഠിച്ചിട്ടുണ്ട്. റിംഗ് ക്ലോസ് ചെയ്യുന്ന സ്ട്രക്ചറും ഇലക്ട്രോസൈക്ലിക്കിൽ പഠിച്ചിട്ടില്ലേ? ഇതിനെ നമുക്ക് അതുപോലെ ഒരു റിംഗ് ഓപ്പൺഡ് സ്ട്രക്ചർ ആക്കി മാറ്റാലോ. ഇത് വെഡ്ജ്, ഇത് ഡാഷ്. ഈ ഒരു കേസില് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ് നമുക്ക് നടത്താം അല്ലെ? അത് എങ്ങനെയാണ് ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ് നടത്തുക? ഈ ഒരു ഡബിൾ ബോണ്ടിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെയുള്ള ഈ ബോണ്ടിനെ നമുക്ക് ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഡബിൾ ബോണ്ട് ആക്കാം. അപ്പോ എന്താണ് വരിക? ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ല. ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. ഓക്കെ, ഇതൊരു ഡൈഇൻ സിസ്റ്റം ആയി. പക്ഷെ അവരുടെ മീഥൈൽ ഗ്രൂപ്പിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കുക. ഫസ്റ്റ് കേസിൽ ഇത് ട്രാൻസ് ആയിട്ടല്ലേ നിന്നത്? ട്രാൻസ്. ഓക്കെ, ട്രാൻസ് ആണ്. ഇത് നമ്മൾ മറ്റേ 4n/Tc ഹിന്റ് നോക്കുക. ഇതിൽ സ്റ്റീരിയോ കെമിസ്ട്രി നമുക്ക് മാർക്ക് ചെയ്യണം. ഇത് ട്രാൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലെ ട്രാൻസാ. നമ്മൾ ഇതിനെ റിംഗ് ഓപ്പൺ ചെയ്യുമ്പോൾ അവരുടെ സ്റ്റീരിയോ കെമിസ്ട്രിക്ക് ചേഞ്ച് വരുന്നുണ്ട്. എന്ത് ചേഞ്ച് ആണ് വരിക? ഇതൊരു 4π ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റം അല്ലേ? 1 2 3 4 അല്ലെ? ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്ട്രക്ചറിലെ π ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഓപ്പൺ ചെയ്ത സ്ട്രക്ചറിലെ π ഇലക്ട്രോൺസ് വേണം നോക്കാൻ. ഇത് 4 ആണ്. 4π ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റത്തിൽ T തെർമൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ നടക്കുക? കോൺ റൊട്ടേഷൻ ആണ് നടക്കുക. കോൺ റൊട്ടേഷൻ ഞാൻ പറഞ്ഞു C4 ചേഞ്ച് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യണം.
അതായത് ട്രാൻസ് എന്തായിട്ട് മാറണം, സിസ് ആയിട്ട് മാറണം. ഓക്കെ, നിങ്ങൾ ആ പഠിച്ച എല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് വരേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടത്. രണ്ടും കൂടെ നമുക്ക് മിക്സഡ് ആണ്, ഇലക്ട്രോസൈക്ലിക്കും അതുപോലെ തന്നെ സൈക്ലോ അഡീഷനും രണ്ടും കൂടെ മിക്സഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാ കോൺസെപ്റ്റും ഇതിന്റെ അകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ട്രാൻസ് കോൺഫിഗറേഷൻ ആണ്. എനിക്ക് ഇതിനൊരു ഡൈഇൻ ആക്കി മാറ്റണം. അതിന് റിംഗ് ഓപ്പൺ ചെയ്താൽ മതി അല്ലെ, സ്ട്രെയിൻ കുറഞ്ഞ ഈ റിംഗ് അങ്ങ് ഓപ്പൺ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെങ്ങനെ ഓപ്പൺ ചെയ്തു? ഈ ഒരു ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോ ഇവിടെ ഡബിൾ ബോണ്ട് ഇവിടെ ഇല്ല, എനിക്ക് ഡൈഇൻ കിട്ടി അല്ലെ. പക്ഷെ അവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കുക, ഇതിനെ ഞാൻ ഹീറ്റ് ആണ് ചെയ്തത്, തെർമൽ. അതുപോലെ ഓപ്പൺ ചെയ്ത സ്ട്രക്ചറിൽ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 4 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പൊ 4 പൈ ഇലക്ട്രോൺസ് ആണ്, തെർമൽ ആണ്. അപ്പൊ ഇവിടെ ഏത് റൊട്ടേഷനാ? കോൺ റൊട്ടേഷൻ ചെയ്യണം. കോൺ റൊട്ടേഷൻ ഞാൻ പറഞ്ഞു C4 ചേഞ്ച് എന്ന് ഓർക്കുക. അതായത് സ്റ്റീരിയോ കെമിസ്ട്രി ചേഞ്ച് ചെയ്യുന്ന റൊട്ടേഷൻ ആണ് കോൺ റൊട്ടേഷൻ. അപ്പോ ട്രാൻസ് ആയിരുന്നവർ എന്തായിട്ട് മാറണം? സിസ് ആയിട്ട് മാറണം. ഇവരെ എങ്ങനെ സിസ് ആക്കാൻ പറ്റും? മീഥയില്, വെഡ്ജിൽ കൊടുത്തിരിക്കുന്ന മീഥയില് അതിനെ ഔട്ട്വേർഡിലോട്ട് എഴുതി. ഓക്കെ, ഔട്ട്വേർഡിലോട്ട് എഴുതി, ഹൈഡ്രജൻ ഉള്ളിലേക്ക് എഴുതി. ഇതിനെ സിസ് ആക്കണമെങ്കിൽ 2 ഹൈഡ്രജൻ ഉള്ളിലേക്ക്, 2 മീഥൈൽ പുറത്തേക്ക്, ഇങ്ങനെ വന്നാലല്ലേ ഇത് സിസ് ആവുള്ളൂ. ഇപ്പൊ ഇവരേത് സ്റ്റീരിയോ കെമിസ്ട്രി ആയി? ഇപ്പൊ ഇവരൊരു സിസ് സ്റ്റീരിയോ കെമിസ്ട്രി ആയി, ഇതൊരു ഡൈഇനുമായിട്ട് മാറി. ഓക്കെ, ദെൻ ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡൈഇനോഫൈൽ എടുത്തോണ്ട് വരിക. നോക്കോളൂ, ഡൈഇനോഫൈൽ എടുത്തോണ്ട് വന്നു, R'. ഇവർ ഏത് സ്റ്റീരിയോ കെമിസ്ട്രിയിലാണ്? ട്രാൻസ് സ്റ്റീരിയോ കെമിസ്ട്രിയിലാണ്. സോ നമ്മൾ പഠിച്ചായിരുന്നു, ഡൈഇനോഫൈലിന്റെ കേസിൽ അവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ്. ട്രാൻസിലാണെങ്കിൽ അത് ട്രാൻസിൽ തന്നെ അവരെ നിർത്തണം. ഓക്കെ, അത് മൈൻഡിൽ വെക്കുക. ദെൻ ഇവിടെ ഇനി ഫൈനൽ നമ്മൾ പ്രൊഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കും എന്ന് നോക്കിയേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഔട്ട്വേർഡ് ആയിട്ടുള്ളതിനെ ഡാഷ് എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അതൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഔട്ട്വേർഡ് ആയിട്ടുള്ളതിനെ നമ്മൾ വെഡ്ജിലാണ് റെപ്രസെന്റ് ചെയ്യുക, ഇൻവേർഡ് ആയിട്ടുള്ളതിനാണ് നമ്മൾ ഡാഷിൽ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഇങ്ങനെ ഔട്ട്വേർഡ് ആയിട്ട് നിൽക്കുന്ന കേസിൽ അവരെ നമ്മൾ വെഡ്ജ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. വെഡ്ജ്. ഇങ്ങനെ ഇൻവേർഡ് ഉള്ളിലോട്ട് നിൽക്കുന്നവരെയാണ് നമ്മൾ ഡാഷിൽ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അതൊന്ന് തിരുത്തി വെക്കുക. ഔട്ട്വേർഡ് ആയിട്ടുള്ളവരെ ഏതാണ്? വെഡ്ജും. ഇൻവേർഡ് ആയിട്ടുള്ളവരെയാണ് ഡാഷിലും വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഓർക്കണം? പ്രൊഡക്റ്റ് എഴുതുമ്പോൾ ഇവിടെ മീഥയില് ഔട്ട്വേർഡിലാണ് നിൽക്കുന്നത്. അതുപോലെ ഫസ്റ്റ് ഒരു കാര്യം, എത്ര മെമ്പേർഡ് റിംഗ് ആണ് ഇവിടെ ഫോം ചെയ്യുക? 6 മെമ്പേർഡ് റിംഗ് അല്ലെ. ഇനി ഇപ്പൊ നോർമൽ സൈക്ലോ അഡീഷൻ ആയി. ഇവിടെ ഒരു ഡൈഇൻ എനിക്കുണ്ട്, ഒരു ഡൈഇനോഫൈലും ഉണ്ട്. ഇനി ഇവരെ മാത്രം എനിക്ക് നോക്കിയാൽ മതി. അപ്പൊ ഇവരെ വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വേറെ കൺഫ്യൂഷൻ എടുക്കുന്ന ഒരു കാര്യമില്ല. നമ്മൾ നോർമൽ ഡീൽസാൾട്ട് റിയാക്ഷൻ തന്നെയാണിത്. ഓക്കെ, അതായത് ഇങ്ങോട്ടൊരു ബോണ്ട് ഫോം ചെയ്യുന്നു, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും, ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ടോട്ടൽ 6 മെമ്പേർഡ് റിംഗ് ഫോം ചെയ്തു. ആ 6 മെമ്പേർഡ് റിംഗ് ഇനി വരച്ചാൽ മതി. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല, ഡീൽസാൾട്ടർ തന്നെയാണ്. ഓക്കെ, ഈ ഒരു കേസില് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കേസ്. ദെൻ ഇവിടെ നമ്മള് പുതിയ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ അവിടുത്തെ ഡബിൾ ബോണ്ട് ഒരാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. ദെൻ പുറത്തോട്ട് നിൽക്കുന്ന മീഥൈൻ, ഞാൻ പറഞ്ഞു പുറത്തോട്ട് നിൽക്കുന്നവരെ നമ്മള് വെഡ്ജിൽ വരച്ചു. മീഥൈൻ വെഡ്ജിൽ വരച്ചു. അകത്തേക്ക് നിൽക്കുന്ന ഹൈഡ്രജൻ ഡാഷിൽ വരച്ചു. ഇത് ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ ഡാഷിൽ വരച്ചു. താഴെയും മീഥൈൽ പുറത്തോട്ട് തന്നെ ആയിരുന്നല്ലോ, അവരെയും വെഡ്ജിൽ മീഥൈൽ വരച്ചു, ഹൈഡ്രജൻ ഡാഷിൽ വരച്ചു. ഓക്കെ, ഹൈഡ്രജൻ ഡാഷിൽ വരച്ചു. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ എന്താണ് നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പിനെ എങ്ങനെ അറേഞ്ച് ചെയ്യണം? അതിന് നമ്മൾ പഠിച്ചൊരു കാര്യം ഓർക്കുക. സിസ് ഡൈഇൻ ആണെങ്കിൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ട്രാൻസ് ആയിരിക്കും. സിസിൽ നിന്ന് ട്രാൻസ് പ്രൊഡക്റ്റ് ആണ് കിട്ടുക, നമ്മൾ പഠിച്ചായിരുന്നു. നമ്മൾ ഡബിൾ ബോണ്ട് എങ്ങനെയായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഡബിൾ ബോണ്ട് മീഥൈൽ എബോവ് ആയിരുന്നു. ഓക്കെ, ഈ ബൾക്കി ഗ്രൂപ്പ് ഇങ്ങനെ മേളിലാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഡബിൾ ബോണ്ട് എന്താ ഈ കേസിൽ? സിസ് ആണ്. സോ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് വരേണ്ടത്? ട്രാൻസ് പ്രൊഡക്റ്റ് ആണ് വരേണ്ടത്. ട്രാൻസ് പ്രൊഡക്റ്റ് വരണമെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പിനെ ട്രാൻസ് ആയിട്ട് വെച്ചാലല്ലേ പറ്റുള്ളൂ. മീഥൈലുമായിട്ട് ട്രാൻസിൽ വെച്ചാലേ പറ്റുള്ളൂ. മീഥൈൽ വെഡ്ജ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഡാഷിലായിരിക്കും. ദെൻ നെക്സ്റ്റ് ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പ് എങ്ങനെ പ്ലേസ് ചെയ്യണം? ഇവർ രണ്ടുപേരും ട്രാൻസ് ആണ്, 2 R' ട്രാൻസ് ആണ്. അപ്പൊ ഇത്
ഡാഷിലാണെങ്കിൽ ഇയാൾ ഉറപ്പായിട്ടും എന്തിൽ വരച്ചാലേ പറ്റുള്ളൂ, വെഡ്ജിൽ വരച്ചാലേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതിൽ നമ്മൾ രണ്ട് സെക്ഷൻസ് കൂടെ ഒന്നിച്ച് മിക്സ്ഡ് ആക്കിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഔട്ട്വേർഡിലായിട്ട് നിൽക്കുന്നവരെ നമ്മൾ വെഡ്ജിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ. ഓക്കെ, ദെൻ ഇൻവേർഡിലായിട്ടുള്ളവരെ എങ്ങനെ വേണം റെപ്രസെന്റ് ചെയ്യാൻ, ഡാഷിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ. ഇതൊന്ന് തിരുത്തുക കേട്ടോ, അറിയാതെ ഒരു മിസ്റ്റേക്ക് തിരിഞ്ഞു പോയതാണ് എനിക്ക് പറഞ്ഞപ്പോ. ഔട്ട്വേർഡ് വെഡ്ജ്, ഇൻവേർഡ് ഡാഷ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഇച്ചിരി കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് ഞാനത് ഒന്ന് പറയാം. ഇതാ, ഓക്കെ, ഡബിൾ ബോണ്ട് OA, ഇവിടെ ME, ഇവിടെ OME. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഡൈഇന്റെ കേസിൽ കൺഫ്യൂഷൻ വേണ്ട. ഡൈഇനോഫൈലിൽ നോക്കുമ്പോ ഒരു മീഥൈലും ഉണ്ട്, ഒരു MEOയും ഉണ്ട് അല്ലെ. അതായത് രണ്ടും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ് അല്ലെ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് രണ്ടും. ഡൈഇനോഫൈൽ വേണ്ടത് എന്താണ്, ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പാണ്. അതായത് ഇലക്ട്രോണിനെ കുറച്ചു തരേണ്ട ഗ്രൂപ്പാണ് എനിക്ക് വേണ്ടത്. ആ കുറച്ചു തരുന്ന ഗ്രൂപ്പിലോട്ടാണ്, ഇലക്ട്രോണെ വലിച്ചെടുക്കുന്ന ഗ്രൂപ്പിലോട്ടാണ് നമ്മുടെ ഡൈഇൻ വന്ന് അറ്റാക്ക് ചെയ്യേണ്ടത്. ഡൈഇൻ ഇലക്ട്രോൺ റിച്ച് ആണ്, ഡൈഇനോഫൈൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കണം. ഓക്കെ, പക്ഷെ ഈ ഒരു കേസിൽ എനിക്ക് രണ്ടുപേരും, ഇത് +I എഫക്റ്റ് ഉള്ളവരാണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്, ഇത് +M എഫക്റ്റ് ഉള്ളവരാണ്. നമ്മൾ പഠിച്ചായിരുന്നു +M എഫക്റ്റ് ആണ് +I കൂടുതൽ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ഡൈഇൻ ഇവിടെ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ വന്ന് അറ്റാക്ക് ചെയ്യുമോ, അതോ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ വന്ന് അറ്റാക്ക് ചെയ്യുമോ, അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതായത് ഡൈഇനോഫൈൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കണം. അപ്പം പക്ഷേ ഈ OMe എന്ന് പറയുന്ന നല്ല +M എഫക്റ്റ്, അതായത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് അറ്റ് ദ പീക്ക് ഉള്ളതാണ് OMeക്ക്. ഓക്കെ, അപ്പൊ ഇവർ നല്ല രീതിയിൽ ഇലക്ട്രോൺ ഇവിടെ ഡൊണേറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു കേസിൽ ഈ ഭാഗം എന്ന് പറയുന്നത് നല്ല ഇലക്ട്രോൺ റിച്ച് ഡബിൾ ബോണ്ട് ആയിരിക്കും. പക്ഷേ ഈ ഒരു കേസിൽ ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ പൂവർ ആയിരിക്കും ഈ കമ്പയർ ടു OMe. അപ്പൊ ഈ OMeയിലെ ഡബിൾ ബോണ്ടിൽ വന്ന് നമ്മുടെ ഡൈഇൻ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് പൊസിഷൻ വേണം. സോ നമുക്ക് കിട്ടുന്നത് ഇതിനെ റിവേഴ്സ് ചെയ്ത് നമ്മൾ എഴുതുക. അതായത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഡൈഇൻ പോയി അറ്റാക്ക് ചെയ്യുന്നത് ആരെ ആയിരിക്കും? മീഥയിലുള്ള, നമ്മുടെ ഡൈഇൻ പോയി അറ്റാക്ക് ചെയ്യുന്നത് മീഥയിലുള്ള കാർബണിനെ ആയിരിക്കും. ഓക്കെ, ആ OMe അവിടെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് ഫൈനൽ കിട്ടുക. നിങ്ങളത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ ഇത്രേ ഉള്ളൂ. ഞാൻ ഒരുപാട് MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാം ചെയ്ത് നോക്കണം. എങ്കിലും നമുക്കിത് നല്ല തറവായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ ഒരു ക്ലാസിഫിക്കേഷനും കൂടെ ഉള്ളൂ, സിഗ്മാട്രോപിക്. അത് നമുക്ക് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ് കംപ്ലീറ്റ് ആകും. ഓക്കെ, താങ്ക് യു.